ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 8/17 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 77/36. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 8/17 സൈൻ ഇൻവേഴ്സ് 3/5 സമ്മ് ടാൻ ഇൻവേഴ്സ് 77/36 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നുള്ളൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ നമുക്കതിൻ്റെ സമം കാണുന്ന അറിയാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നാണ്. അത് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം, അത് ഞാൻ പിന്നീട് പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ അറിയുന്ന രീതിയിൽ സൈൻ ഇൻവേഴ്സിന് നമ്മളെന്ത് ചെയ്യും? ടാൻ ഇൻവേഴ്സിലേക്ക് അങ്ങനെയാണെങ്കിൽ മാറ്റിയാൽ പോരെ. കാരണം നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഏതൊരു ഇൻവേഴ്സ് ഫോമിലുള്ള ഫംഗ്ഷനെ നമുക്ക് ഈക്വലായിട്ട് മറ്റൊരു ഇൻവേഴ്സ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 നിങ്ങൾക്കറിയാം 30 ഡിഗ്രി π/6 ആണ്. കോസ് ഇൻവേഴ്സ് √3/2 π/6 ആണ്. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് √3/2 ഈക്വലാണ്. അപ്പോൾ അങ്ങനെ ഏതൊരു വാല്യൂവും, അതേപോലെ ഇവിടുത്തെ സൈൻ ഇൻവേഴ്സ് 8/17 ഇനി നമുക്ക് കോസ് ഇൻവേഴ്സോ ആവശ്യാനുസരണം ടാൻ ഇൻവേഴ്സോ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ അറിയാം. അതുകൊണ്ട് ഇതിനെ സൈൻ ഇൻവേഴ്സ് 8/17 ടാൻ ഇൻവേഴ്സിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന രീതി നേരത്തെ ചെയ്തിട്ടുണ്ട്, എവിടെയാണെന്നുകൂടി പറയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 8/17 അതൊരു എ എന്നുള്ള ആംഗിളാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സൈൻ 8/17. അപ്പോൾ ഇവിടെ ഒരു അക്യൂട്ട് ആംഗിൾ, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു അക്യൂട്ട് ആംഗിൾ ഞാൻ എ എന്ന് മാർക്ക് ചെയ്യുന്നു. നമുക്കറിയാം സൈൻ എന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 8 ഇതിൻ്റെ എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് 8. ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും വലിയ സൈഡാണ് 17. ഇനി നമ്മളെന്ത് ചെയ്യണം? അതിൻ്റെ തേർഡ് സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് ബേസാണ്. ബേസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഞാൻ അതിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല, സംശയമുള്ളവർക്ക് ചോദിക്കാം. അപ്പോൾ ഇത് 289 ആണ്, മൈനസ് ഇതിൻ്റെ സ്ക്വയർ 64 ആണ്. ഇപ്പോൾ 225, അതിൻ്റെ റൂട്ട് 15. ചുരുക്കി പറഞ്ഞാൽ 8ഉം 17ഉം ഇതേപോലുള്ള സൈഡ്സായിട്ട് വരുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് 15 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് കുറച്ച് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സായിട്ട് വരുന്ന നമ്പേഴ്സ്, അതിനെ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നാണ് പറയുക. ഉദാഹരണം 3, 4, 5 നിങ്ങൾക്ക് പരിചയമുള്ള പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. കാരണം 3² + 4² 9 + 16 25 5² ആണല്ലോ. അങ്ങനെ a² + b² = c² ആയി വരുന്ന നമ്പേഴ്സിനെയാണ് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുക. അങ്ങനെയുള്ള നമ്പേഴ്സാണ് ഇവിടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സായിട്ട് വരിക. അതിൽ പെട്ടതാണ് 3, 4, 5 6, 8, 10. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിളൊക്കെ അങ്ങനെയായിരിക്കും. 3, 4, 5ൻ്റെ മൾട്ടിപ്പിളാണ് 6, 8, 10. മറ്റൊരു ട്രിപ്ലെറ്റാണ് 8, 15, 17. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഉദ്ദേശം ഇതായിരുന്നു, സൈൻ ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സാക്കി മാറ്റിയതിൽ. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 8/17 നമ്മൾ എ ആയിട്ട് എടുത്തു. അതിൽ നിന്ന് ഇൻവേഴ്സ് ഫോം മാറ്റി സൈനെ 8/17 എഴുതി. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റേണ്ടതുകൊണ്ട് ഇവിടുന്ന് ഇതിൻ്റെ എ എന്നുള്ള ആംഗിളിൻ്റെ ടാൻ വാല്യൂ എന്താണെന്ന് നോക്കാം. ടാൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും, ടാൻ എ = 8/15. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 8/15 ആണല്ലോ. അപ്പോൾ ഇതാ എ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 8/17 ആയിരുന്നു. ആ എ = ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 8/15 ആണെന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 8/17 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 8/15 ഈക്വലാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഇൻവേഴ്സ് ഫോമിലുള്ള ഫംഗ്ഷനെ നമുക്ക് മറ്റേത് ഇൻവേഴ്സിലേക്കും മാറ്റി എഴുതാം. ഇതുപോലെ റൈറ്റ് ട്രയാങ്കിൾ വരച്ച് തേർഡ് സൈഡ് കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് ട്രിഗ്നോമെട്രിക് റേഷ്യോ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതെന്താ വരിക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ, ഞാനിവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 3/5 ആണ് സെക്കൻഡ് ടേം. അതിനെ നമുക്ക് അതും ടാൻ ഇൻവേഴ്സാക്കി മാറ്റിയതാണ്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ പോലെ സൈൻ ഇൻവേഴ്സ് 3/5 ഒരു ബി ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ സൈൻ ബി 3/5 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ആംഗിൾ അക്യൂട്ട് ആംഗിൾ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. അപ്പോൾ തേർഡ് സൈഡ് നേരത്തെ പറഞ്ഞല്ലോ പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് 3, 4, 5 ആണ്. ഇനി അത് ഓർമ്മയില്ലാത്ത കുട്ടികൾക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത് പാദം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് 5² 25
മൈനസ് 3 സ്ക്വയർ 9. അപ്പോൾ റൂട്ട് 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 റൂട്ട് 4. അപ്പോൾ ഇവിടുന്ന് ടാൻ ബി ഈക്വൽ ടു എന്ത് ലഭിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 3/4, അല്ലെങ്കിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ബി ആയിരുന്നു സൈൻ ഇൻവേഴ്സ് 3/5. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 3/4 ആണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്തായി മാറി? അപ്പോൾ ചോദ്യത്തായിരുന്നു സൈൻ ഇൻവേഴ്സ് 8/17 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു, അത് ടാൻ ഇൻവേഴ്സ് 77/36 എന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 8/17 പകരം ടാൻ ഇൻവേഴ്സ് 8/15 പ്ലസ് അതേപോലെ സൈൻ ഇൻവേഴ്സ് 3/5 പകരം ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നാൽ ടാൻ ഇൻവേഴ്സ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ എന്നാൽ 8/15 പ്ലസ് 3/4 ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ 8/15 ഇൻറ്റു 3/4. ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ടാൻ ഇൻവേഴ്സ് ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 4 32 പ്ലസ് 3 × 5 45 ബൈ 15 × 4 60 ബൈ, ഇപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 മൈനസ് 24/60 എന്ന് വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 1 × 60 60 മൈനസ് 8 × 3 24 ഓൾ ഡിവൈഡഡ് ബൈ 60. പ്രയാസമുള്ള കുട്ടികൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റെപ്പ് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 60 ക്യാൻസൽ ആവും. 32 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ 77. ഇത് 60 ക്യാൻസൽ ആയി പോകും. ബാക്കി 60 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 36. ഇതാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 5/13 പ്ലസ് കോസ് ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 63/16. ഇപ്പോൾ ഇതിപ്പോൾ ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യമാണ്. ആൻസർ ടാൻ ഇൻവേഴ്സ് ആണ് ലഭിക്കേണ്ടത്. പക്ഷേ ലെഫ്റ്റ് സൈഡ് ടാൻ ഇൻവേഴ്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഫോം അല്ല. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെ ടാൻ ഇൻവേഴ്സാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സൈൻ ഇൻവേഴ്സ് ഒന്ന് കോസ് ഇൻവേഴ്സ് ആണ്. ഇപ്പോൾ ട്രയാങ്കിൾ വരച്ച് എഴുതുമ്പോൾ രണ്ടാമത്തെ കേസിൽ അഡ്ജസൻറ്റും ഹൈപ്പോട്ടനസുമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായി ഒന്ന് ശ്രമിക്കുക. സംശയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65. അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് നേരത്തെ പോലെ ചെയ്യാം. ഇത് ഒന്നാമത്തതിനെ ടാൻ ഇൻവേഴ്സ് ആക്കുക, രണ്ടാമത്തതിനെ ടാൻ ഇൻവേഴ്സ് ആക്കുക. അപ്പോൾ ആൻസർ ടാൻ ഇൻവേഴ്സ് ലഭിക്കും. അതിന് പിന്നെയും കോസ് ഇൻവേഴ്സ് ആക്കുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന രീതി പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടികൾ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ രീതി ഇതാണ്. ആദ്യം നമ്മൾ നേരത്തെ തന്നെ ഇട്ടു കോസ് ഇൻവേഴ്സ് 4/5 ടച്ച് കോസ് ഇൻവേഴ്സ് 4/5 ഒരു എ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ കോസ് എ 4/5. ഓക്കെ, ഇതേപോലെ സെക്കൻഡ് ടേം കോസ് ഇൻവേഴ്സ് 12/13 ഒരു ബി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ഇൻവേഴ്സ് ഫോം മാറ്റിയാൽ കോസ് ബി 12/13. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് എ എന്നുള്ള ആംഗിൾ. കോസ് എ 4/5 എന്നറിയാം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ അതിൻ്റെ തേർഡ് സൈഡ് നമുക്കറിയാം 4 5 ആണെങ്കിൽ തേർഡ് സൈഡ് 3 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കോസ് ബി 12/13. അപ്പോൾ ഇവിടെ ആംഗിൾ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. അഡ്ജസൻറ്റ് സൈഡ് 12, ഹൈപ്പോട്ടനസ് 13. അപ്പോൾ തേർഡ് സൈഡ് എന്താ വരിക? ഓക്കെ, അപ്പം തേർഡ് സൈഡ് എന്ന് പറയുന്നത് √13² മൈനസ് 12². അപ്പോൾ അത് 25 ആണ് വരിക. നിങ്ങൾ ഓർമ്മിക്കുക 5² പ്ലസ് 12² 25 പ്ലസ് 144 13ൻ്റെ സ്ക്വയറായ 169 ആണ്. അപ്പോൾ 5 12 13 എന്ന് പറയുന്നത് മറ്റൊരു പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. 3 4 5 നമ്മൾ പരിചയപ്പെട്ടു, 5 12 13 പരിചയപ്പെട്ടു. അതേപോലെ നേരത്തെ 8 15 17. അപ്പോൾ അങ്ങനെയുള്ള പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അവിടെയുള്ള സ്റ്റെപ്പ് കുറക്കാം. അപ്പോൾ എക്സാമിന് സമയമാണ് പ്രധാനം. ആ നിശ്ചിത സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് അധികം സമയം എടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മിച്ച് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സൊക്കെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് അവിടെ സമയം ലാഭിക്കാം. അപ്പോൾ നമ്മൾ കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 കോസ് ഇൻവേഴ്സ് 33/65 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി, ഇനി കോസ് എ നമുക്ക് 4/5 ലഭിച്ചല്ലോ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്ന് അതിൽ നമ്മൾ സൈൻ എ കണ്ടുപിടിക്കുന്നു. എന്തിനാണ് സൈൻ എ കണ്ടുപിടിക്കുന്നുള്ളത്? ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ സൈൻ എ എന്താ വരിക? ഇതാ ഈ ട്രയാങ്കിൾ സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ 3/5. അതുപോലെ രണ്ടാമത്തെ ട്രയാങ്കിൾ കോസ് ബി 12/13. അപ്പോൾ സൈൻ ബി വരിക 5/13. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ് എന്നാണ്. പ്രൂവ് ചെയ്യേണ്ട ആൻസറിൽ കോസ് ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് കോസ് എ പ്ലസ് ബി, രണ്ട് ആംഗിൾസിൻ്റെ സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും സൈനും കോസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോസ് എ പ്ലസ് ബി, ഇവിടെ പ്ലസ് എടുക്കാൻ കാരണം ഇത് പ്ലസ് ആയതുകൊണ്ടാണ്. അഥവാ ചോദ്യം ഇത് മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ കോസ് എ മൈനസ് ബി ആണ് എടുക്കേണ്ടിരുന്നത്. ഇനി പ്രൂവ് ചെയ്യേണ്ടതിൽ സൈൻ ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ സൈനാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കോസ് ഇൻവേഴ്സ് ആണ്, അപ്പോൾ കോസ് എടുത്തു. ഇനി കോസ് എ പ്ലസ് ബി. എന്താ കോസ് എ പ്ലസ് ബി? കോസ് എ പ്ലസ് ബി നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇതൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് കോസിൽ നിന്ന് സൈൻ കണ്ടുപിടിക്കാൻ കാരണം കോസ് എ പ്ലസ് ബീൻ്റെ ഫോർമുലയിൽ കോസും സൈനുമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കോസിൽ നിന്ന് നമ്മൾ സൈന് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ കോസ് എ നോക്കാം. കോസ് എ 4/5 ഇൻറ്റു കോസ് ബി 12/13 മൈനസ് സൈൻ എ 3/5 ഇൻറ്റു സൈൻ ബി 5/13. ഇവിടെ ഓർമ്മിക്കുക, ഇവിടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, പക്ഷേ ക്യാൻസൽ ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. ഇവിടെ നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട, പറ്റുമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 12 48/5 × 3 65 മൈനസ് 3 × 5 15/65. 48ൽ നിന്ന് ഇതാ സെയിം ഡിനോമിനേറ്ററാണ്, അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ മതി. 48ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ 33/65. ഇതാ ആൻസർ ശരിയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ 33/65 ഒക്കെ വന്നിട്ടുണ്ട്. പറയാം. അപ്പോൾ കോസ് എ പ്ലസ് ബി 33/65 എന്ന് ലഭിച്ചു. അത് നമുക്ക് ഇൻവേഴ്സ് ഫോമിലേക്ക് മാറ്റിയാൽ എ പ്ലസ് ബി ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65 എന്ന് ലഭിക്കും. ഇവിടെ എ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 4/5 ആയിരുന്നു. അപ്പോൾ കോസ് ഇൻവേഴ്സ് 4/5 പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 12/13 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 33/65. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് 12/13 പ്ലസ് സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 56/65 നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ അടുത്ത ഒരു ആഴ്ച തന്നെ, മിക്കവാറും അടുത്ത ഞായറാഴ്ച തന്നെ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ടെസ്റ്റ് നടത്തും. അപ്പം എല്ലാവരും ഇത് ഭംഗിയായി വൃത്തിയായി പഠിക്കുക. ഓരോരുത്തരും പറ്റുന്നതുപോലെ അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ.